കേരളത്തിലെ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പൗൾട്രി ഉൽപ്പന്നങ്ങളുടെയും വില റെക്കോർഡ് വേഗതയിൽ കുതിക്കുന്നു. കോഴിമുട്ട വിലയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കുകളിലാണ് എത്തിനിൽക്കുന്നത്. കേരളത്തിലെ പൊതുവിപണിയിൽ നിത്യോപയോഗ സാധനങ്ങളുടെയും പൗൾട്രി ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ വില റെക്കോർഡ് വേഗത്തിലാണ് കുതിച്ചുയരുന്നത്. വരാനിരിക്കുന്ന ഓണം പർച്ചേസ് സീസണിന് തൊട്ടുമുമ്പ് അനുഭവപ്പെടുന്ന ഈ വിലക്കയറ്റം സാധാരണക്കാരുടെ കുടുംബ ബജറ്റുകളെ ഗുരുതരമായി തന്നെ ബാധിക്കുന്നുണ്ട്. കോഴിയിറച്ചി, മുട്ട എന്നിവയ്ക്ക് പുറമെ അരി, പഞ്ചസാര, വെളിച്ചെണ്ണ തുടങ്ങിയ അവശ്യ സാധനങ്ങളുടെ വിലയും വിപണിയിൽ കുത്തനെ ഉയർന്നു വരികയാണ്. കേരളത്തിൽ കോഴിമുട്ട വിലയും ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് എത്തി നിൽക്കുന്നത്. തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നുള്ള NECC മൊത്തവില ഉയർത്തിയതിനെ തുടർന്ന് നിലവിൽ കേരളത്തിലെ ചില്ലറ വിപണിയിൽ ഒരു വെള്ളമുട്ടയുടെ വില 8 മുതൽ 9 രൂപ വരെയാണ്. പൗൾട്രി മേഖലയിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണം കോഴിത്തീറ്റയുടെ വിലക്കയറ്റമാണ്. 50 കിലോഗ്രാമിന്റെ ഒരു ചാക്ക് കോഴിത്തീറ്റയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ 500 രൂപയോളമാണ് വർദ്ധിച്ചത്. തീറ്റ നിർമ്മാണത്തിന് ആവശ്യമായ ചോളം, സോയാബീൻ, ഗോതമ്പ്, ഉണക്കമീൻ എന്നിവയുടെ കടുത്ത ക്ഷാമമാണ് ഇതിന് കാരണം. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ചോളം വൻതോതിൽ എത്തനോൾ നിർമ്മാണത്തിനായി വഴിതിരിച്ചുവിടുന്നത് പൗൾട്രി തീറ്റ വിപണിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനവും കനത്ത ചൂടും കാരണം ഫാമുകളിൽ കോഴിക്കുഞ്ഞുങ്ങളുടെ മരണനിരക്കും ഉയർന്നു വരികയാണ്. മുമ്പ് 10% മരണനിരക്ക് ഇപ്പോൾ 25% ഉയർന്നിട്ടുണ്ട്. കൂടാതെ ചൂട് കാരണം കോഴികളുടെ ഭാരത്തിലും മുട്ട ഉൽപാദനത്തിലും വലിയ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഭാരക്കുറവ് കാരണം കർഷകർക്ക് വലിയ നഷ്ടവും നേരിടേണ്ടി വരുന്നു. കേരളത്തിന് പ്രതിവർഷം 30 ലക്ഷം കിലോ കോഴിയിറച്ചിയും 2 കോടി കോഴിമുട്ടയും ആവശ്യമുണ്ട്. ഇതിന് 70% മുതൽ 80% വരെയും വരുന്നത് തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ നിന്നാണ്. അവിടെയുണ്ടായ ഉൽപാദനക്കുറവും ഇന്ധനവില വർധനവും മൂലമുള്ള ഗതാഗത ചെലവും കേരളത്തിലെ വിലയെ നേരിട്ട് സ്വാധീനിച്ചിട്ടുമുണ്ട്. ട്രോളിംഗ് നിരോധനവും കടലിലെ പ്രതിസന്ധികളും കാരണം വിപണിയിൽ നല്ല മീനുകളുടെ, അതായത് പ്രത്യേകിച്ചും മത്തി പോലുള്ളവയുടെ ലഭ്യത കുറഞ്ഞതും വില കൂടിയതും ജനങ്ങളെ പകരമായി ചിക്കനിലേക്കും മുട്ടയിലേക്കുമൊക്കെ തിരിച്ചുവിടാനും പ്രേരിപ്പിച്ചിരുന്നു. ഇത് വിപണിയിൽ പെട്ടെന്ന് വലിയ ഡിമാൻഡ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.